തന്റെ സഹോദരൻ മുഹമ്മദ് അനസ് ഈ പമ്പാനദിയുടെ ആഴങ്ങളിൽ എവിടെയോ ഉണ്ട്. കാണാതായിട്ട് ഇന്നേ 8 ദിവസമായി. പമ്പാനദിക്കരയിൽ മുഹമ്മദ് അസീമിന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. അടയ്ക്ക ശേഖരണത്തിനായാണ് തിരുവനന്തപുരം വിതുര സ്വദേശി 32-കാരൻ മുഹമ്മദ് അനസ് പത്തനംതിട്ട അയിരൂരിൽ എത്തിയത്. കൂടെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾ പമ്പാനദിയിൽ ഇറങ്ങിയപ്പോൾ വെള്ളത്തിന് തണുപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മുഹമ്മദ് അനസും ഇറങ്ങി വന്ന സമയത്ത് ഞങ്ങൾ വെള്ളത്തിൽ പോയി കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഇവൻ പുറകാലെയാണ് ഇവൻ നടന്നു വന്നാൽ ഞങ്ങളെ കാണാൻ എവിടെയെന്ന് ചോദിച്ച് ഇറങ്ങി വന്ന് ഞങ്ങൾ പറയുക മേളിലാണ് ഞങ്ങൾ കുളിക്കുന്നത്, ബാ എന്നും പറഞ്ഞ് അവനും ഇറങ്ങി നമ്മളെ കൂടെ വന്ന് വെള്ളത്തിലിറങ്ങി ഒരു മുങ്ങി ഞങ്ങളും 2 കൂട്ടരും, അതായത് ഇവൻ കുളിച്ച് മുങ്ങിയിട്ട് ഇവൻ പൊങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ മുങ്ങിയ സമയത്താണ് ഇവൻ ഒഴുക്കിൽപ്പെട്ട് പോകുന്നത് കാണേണ്ടത്. അപ്പോൾ എനിക്ക് ഒരുമാതിരി നീന്ത അറിയാം. അപ്പോൾ ഇവനെ ഞാൻ ആദ്യം രക്ഷിക്കാൻ നോക്കി. അപ്പോൾ ഉള്ളിലേക്ക് കണ്ടമാനം ഒഴുക്കിൽ അങ്ങ് പെട്ടുപോയി. അപ്പോൾ ആ കറക്കലിലായിപ്പോയി അവൻ ഉള്ളിൽ പെട്ടുപോവാണ് ചെയ്തത്. ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം കഴിഞ്ഞ ഒരാഴ്ചയായി തിരച്ചിൽ നടത്തുകയാണ്. കിട്ടിയാൽ അവനെയും കൊണ്ടുപോകണം. ഉമ്മയും ഭാര്യയും 2 കുട്ടികളും വീട്ടിൽ കാത്തിരിക്കുകയാണ്. വിഷമത്തോടെ സഹോദരൻ മുഹമ്മദ് അസീം പറഞ്ഞു. ഇവിടെ മുങ്ങി ഒന്ന് നോക്കണമെന്നാണ് നമ്മൾ ആവശ്യം. കാരണം നമ്മൾ ഗവൺമെൻറ് മാത്രം വിശ്വസിച്ചിരിക്കാതെ നമ്മൾ പുറമേ നമ്മളാ കഴിയുന്ന രീതിയിൽ വേറെ ടീംസിനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. അവരെല്ലാവർക്കും ഇപ്പോൾ വരാനുള്ള സാഹചര്യം അല്ലാത്ത സാഹചര്യത്തിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആരെങ്കിലും വന്ന് മുങ്ങി അവനെ എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. പൊങ്ങിയിരുന്നെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടാനുള്ള സമയം കഴിഞ്ഞായിരുന്നു. ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത്, ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആൾക്കാർ പറയുന്നത്, ഇവിടേക്ക് ഒരുപാട് പ്രളയത്തിന് ശേഷം ഒരുപാട് മരവും പാറയൊക്കെ വന്ന് നിന്ന് അടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ മുങ്ങാൻ പറ്റത്തില്ല, അവിടെ ഇരിക്കുമെന്നാണ് പറയുന്നത്. മുങ്ങി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഗവൺമെൻറ് ഭാഗത്ത് നല്ല സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഹമ്മദ് അസീം ഇപ്പോൾ വീട്ടിലേക്ക് ഫോൺ വിളിക്കില്ല. ഫോൺ എടുക്കുമ്പോൾ വീട്ടുകാർ കരുതും മുഹമ്മദ് അനസിനെ കണ്ടുകിട്ടിയെന്ന വിവരം അറിയിക്കാനാണ് വിളിച്ചതെന്ന്. കിട്ടിയില്ല എന്ന് ഓരോ പ്രാവശ്യവും പറയാൻ മുഹമ്മദ് അസീമിന് മടിയാണ്. മുഹമ്മദ് അസീമിന്റെയും കൂട്ടുകാരുടെയും കാത്തിരിപ്പ് തുടരുകയാണ്. മുഹമ്മദ് അനസിനെ കണ്ടുകിട്ടും എന്ന പ്രതീക്ഷയിൽ.